യുഎസിലേക്ക് പോകുന്ന ഇന്ത്യക്കാർ വിമാനത്താവളങ്ങളിൽ ലഭ്യമാകുന്ന വീൽചെയർ സൗകര്യം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുന്നത്. വിമാനത്താവളത്തിൽ വീൽചെയറുകളിൽ ഇരിക്കുന്ന ആളുകളുടെ നീണ്ട നിരയാണ് പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത്. വീൽചെയറുകളിൽ ഇരിക്കുന്നത് ഇന്ത്യക്കാരാണെന്നാണ് അവകാശവാദം. വിമാനത്താവളങ്ങളിലെ പുതിയ തട്ടിപ്പാടിൽ നിന്ന് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അഭിപ്രായപ്പെടുന്നു. വീഡിയോയ്ക്കൊപ്പം പങ്കുവച്ചിട്ടുള്ള കുറിപ്പിൽ ഇന്ത്യ US വിമാനങ്ങളിലെ 30% യാത്രക്കാരും വീൽചെയറുകൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും ഇതിൽ വീൽചെയറിന് അനർഹരായവരും ഉൾപ്പെടുന്നുണ്ടെന്നും എയർ ഇന്ത്യ അറിയിച്ചുവെന്ന് അവകാശപ്പെടുന്നു. എക്സ് അക്കൗണ്ടിൽ പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ US വിമാനങ്ങളിലെ 30% യാത്രക്കാരും വീൽചെയറുകൾ ആവശ്യപ്പെടുന്നതായി എയർ ഇന്ത്യ പറയുന്നു. ഭൂരിഭാഗവും ആരോഗ്യമുള്ള യാത്രക്കാരാണ്. മുൻഗണന ബോർഡിംഗ് സംവിധാനത്തെ കബളിപ്പിക്കുകയാണ്. അതിനാൽ യഥാർത്ഥ വികലാംഗ യാത്രക്കാർക്ക് സീറ്റ് ലഭിക്കാതെ പോകുന്നു. കൂടാതെ മറ്റൊരു വീഡിയോ പങ്കുവെച്ച് അവർ വിമാനത്താവളങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലും നമ്മുടെ പ്രായമായവർ വഞ്ചിക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നും ചോദിക്കുന്നു. പ്രചരിക്കുന്ന വീഡിയോയിൽ 1 ഡസനിലധികം യാത്രക്കാരെ വീൽ ചെയറുകളിൽ കൊണ്ടുപോകുന്നത് കാണാം. കാനഡയിൽ നിന്നുള്ള ഒരു എക്സ് അക്കൗണ്ടിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ബോർഡിംഗ് നടപടിക്രമങ്ങളിൽ മുൻഗണന ലഭിക്കാനും വേഗത്തിലുള്ള ഇമിഗ്രേഷനും യാത്രയുടെ അവസാനം വരെ സഹായം ലഭിക്കാനും വേണ്ടിയാണ് വീൽചെയർ സൗകര്യം ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് ആരോപണം. ഇത് കാരണം യഥാർത്ഥത്തിൽ വീൽചെയർ ആവശ്യമുള്ളവർക്ക് ലഭിക്കാതെ പോകുന്നുവെന്ന പരാതികളും ഉയരുന്നുണ്ട്. വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ വീൽചെയർ ദുരുപയോഗം സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ പങ്കുവച്ച് എക്സിലൂടെ രംഗത്തെത്തിയ ബയോകോൺ മേധാവി കിരൺ മഞ്ജുദാർ ഷാ ഓരോ വിമാനത്താവളത്തിലും വീൽചെയറിന് 5000 രൂപ ഈടാക്കുന്നത് ദുരുപയോഗം തടയാൻ സഹായിക്കുമെന്ന് നിർദ്ദേശിക്കുന്നു. ഇതിനെ അനുകൂലിച്ച് ചിലർ എത്തിയപ്പോൾ മറ്റ് ചിലർ പ്രായമായവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തവർക്കും വൈകല്യങ്ങളുള്ളവർക്കും ഭാരമാകുമെന്ന് അഭിപ്രായപ്പെട്ടു. വിമാനത്താവളത്തിൽ നടന്നു പോകാൻ കഴിയാത്തതല്ല പ്രശ്നമെന്നും പല ഇന്ത്യക്കാരും ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് വീൽചെയർ ഉപയോഗിക്കുന്നതാണെന്നുമാണ് ഒരാളുടെ കമന്റ്. മിക്ക ഇന്ത്യൻ മാതാപിതാക്കൾക്കും ഇംഗ്ലീഷ് അറിയില്ല, എവിടെ പോകണമെന്ന് അറിയില്ല. അതിനാൽ അവരുടെ കുട്ടികൾ വീൽചെയർ ബുക്ക് ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ടെൻഷൻ ഇല്ലാതെ സുരക്ഷാ പരിശോധന, ടെർമിനൽ മാറ്റം, ലഗേജ് ശേഖരണം എന്നിവയിലൂടെ പോകാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബോർഡിംഗ് സമയം അവർ ഇത് ചെയ്താൽ ഇവിടെ എത്തുമ്പോൾ എന്തൊക്കെ തട്ടിപ്പ് നടത്തുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു. വീൽചെയറുകളിൽ ഇരിക്കുന്നവർ പറ്റിക്കുന്നതാണെന്നതിന് തെളിവുകളൊന്നും ലഭ്യമല്ലെന്നും ചിലർ വാദിച്ചു. ഇന്ത്യക്കാർക്കെതിരെ വലിയ വിദ്വേഷ പ്രചരണങ്ങൾക്കും പോസ്റ്റ് വഴിവെച്ചിട്ടുണ്ട്. മുഴുവൻ കുടിയേറ്റക്കാരെയും തിരിച്ചയക്കണമെന്ന ആഹ്വാനവും പോസ്റ്റിന് താഴെ ഉയർന്നിട്ടുണ്ട്. റീമൈഗ്രേഷൻ നടന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം അവരുടേതാകുമെന്നും കമന്റിൽ പറയുന്നു. അതേസമയം ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ വീൽചെയർ അഭ്യർത്ഥിക്കുന്ന യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായി ഈ വർഷം മാർച്ച് മാസം CNBC TV 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. വിഷയം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിരീക്ഷിക്കുന്നതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു. എയർ ഇന്ത്യക്ക് ഒരു മാസം 1 ലക്ഷം വീൽചെയർ ബുക്കിംഗുകളാണ് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നും നോർത്ത് അമേരിക്ക, UK എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാരാണ് കൂടുതലായും വീൽചെയർ ആവശ്യപ്പെടുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു.